ഗാർമെന്റ് ഫാക്ടറി അല്ലെങ്കിൽ ബൊട്ടീക്ക് തുടങ്ങുന്നതിനും നടത്തിക്കൊണ്ടുപോകുന്നതിനും ഗവൺമെന്റിൽ നിന്നും ലോൺ അപ്രൂവൽ, സബ്സിഡി എന്നിങ്ങനെയുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായി നിങ്ങൾക്കറിയാമോ? ഇതിനൊക്കെയുള്ള ശരിയായ മാർഗനിർദ്ദേശങ്ങൾ എവിടെ നിന്ന് ലഭിക്കും? Let me show. ചൈനയിൽ നിന്നും നേരിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സ്യൂയിങ് മെഷീൻ, അയണിംഗ് മെഷീൻ, ഫാബ്രിക് കട്ടിംഗ് മെഷീൻ, ഫ്യൂസിംഗ് മെഷീൻ എന്നിങ്ങനെ എല്ലാം ലഭ്യമാകുന്ന കേരളത്തിലെ തന്നെ ജാക്കിന്റെ ഓതറൈസ്ഡ് ഏജന്റ് ആണ് ഉത്രം സ്യൂയിങ് സിസ്റ്റം. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇവിടെ ഓൾ കേരള ഓൺ സൈറ്റ് സർവീസും അവൈലബിൾ ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ബേസിക് മെഷീൻസ് മുതൽ ഒരു വലിയ ഫാക്ടറിയിലേക്ക് വേണ്ട എല്ലാ മെഷീൻസും ഇവിടെ അവൈലബിൾ ആണ്. ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങാൻ ആവശ്യമായ എല്ലാ ഗൈഡൻസും ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് ടെക്നോളജിയോടുകൂടി ഒരു ഗാർമെന്റ് ഫാക്ടറി എത്ര നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട എല്ലാ മെഷീനറീസും ലഭ്യമാക്കാനും പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ജാക്കിന്റെ ഓതറൈസ്ഡ് ഏജന്റായ ഉത്രം സ്യൂയിങ് സിസ്റ്റം. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായി നമുക്ക് ഉത്രത്തിന്റെ മാനേജിംഗ് പാർട്ണറായ രാഹുൽ സാറിനോട് ചോദിക്കാം. സാർ, ഗാർമെന്റ് സംരംഭക മേഖലയിലുള്ളവർക്കും അതുപോലെ തന്നെ ഈ സംരംഭക മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും എങ്ങനെയാണ് സംരംഭക സൗഹൃദമായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു യൂണിറ്റ് തുടങ്ങാൻ വരുന്ന ഒരാൾക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഷീനറീസിൻ്റെ സപ്പോർട്ട് മാത്രമല്ല, നോർമലി ഒരു പുതിയ ആളൊരു ഗാർമെൻറ്റ് യൂണിറ്റ് തുടങ്ങാൻ വരുന്ന ഒരാൾക്ക് അവർക്ക് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാം, എത്ര മെഷീൻസ് വേണം, അല്ലെങ്കിൽ അതിന് വേണ്ട ലോൺ അവർക്ക് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സബ്സിഡികൾ, ആനുകൂല്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു ഗൈഡൻസ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടി മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് അവർക്കിപ്പം മെഷീനറീസ് പർച്ചേസ് ചെയ്യുന്നതിന് മാത്രമല്ല, ബാക്കി അവർക്ക് വേണ്ട ആക്സസറീസ് ആയാലും എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളാൽ കഴിയുന്നത് നമ്മൾ തന്നെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഉള്ള ഐറ്റംസ് നമ്മൾ മാക്സിമം അവർക്ക് എവിടെ അപ്രോച്ച് ചെയ്താൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഐറ്റംസ് കിട്ടും. അങ്ങനെയുള്ള എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ജാക്കിനെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കേരളത്തിൽ പ്രതിനിധീകരിക്കുന്നത്? ഉത്രത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ബ്രാൻഡാണ് ജാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജാക്ക് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം ജാക്കിൻ്റെ എല്ലാവിധ സർവീസും സ്പെയർ പാർട്സും മാത്രമല്ല, പുതിയ മെഷീനറീസ്, അതായത് ജാക്കിൻ്റെ ഓതറൈസ്ഡ് ഏജൻ്റാണ് ഞങ്ങൾ കേരളത്തിലെ. അപ്പോൾ ജാക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പുതിയ മെഷീനറീസ് ലോഞ്ച് ചെയ്യുക, അതിൻ്റെ ലോഞ്ച് ഇവൻറ്റ്സും അതേപോലെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റോഡ് ഷോസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. കൂടാതെ നമ്മളുടെ ഈ പുതിയതായിട്ട് യൂണിറ്റ് തുടങ്ങാൻ വരുന്നവർക്കും ജാക്കിൻ്റെ മെഷീൻസിൻ്റെ എല്ലാ എങ്ങനെയാണ് വർക്കിംഗ് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ, ട്രെയിനിങ്സും എല്ലാം നമ്മൾ ജാക്കിൻ്റെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൂടാതെ വലിയ യൂണിറ്റ്സുകൾക്കൊക്കെ ഒരു മെക്കാനിക്ക് ചിലപ്പോൾ അവർക്ക് സ്വന്തമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മെക്കാനിക്കുകൾക്ക് ജാക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ട്രെയിനിങ്, അതായത് എങ്ങനെ ചെറിയ ചെറിയ കറക്ഷൻസ് അവർക്ക് ചെയ്യാം എന്നുള്ള ട്രെയിനിങ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സപ്പോർട്ടാണ് കൊടുക്കുന്നത്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും കേരള സർക്കാരിൻ്റെ ആയാലും ഒരുപാട് സപ്പോർട്ട് ആക്ച്വലി ഈ ഒരു ഫീൽഡിലുണ്ട്. പക്ഷേ നമ്മളുടെ പല ആൾക്കാർക്കും അതിനെപ്പറ്റി ഒരു അവയർനെസ് ഒന്നും ഇല്ല ആക്ച്വലി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു കസ്റ്റമറിന് എവിടെ അപ്രോച്ച് ചെയ്താൽ അവർക്ക് സബ്സിഡി കിട്ടും. സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും അവർ ഒരുപാട് സബ്സിഡികളും പ്ലാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ജില്ലാ വ്യവസായ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റും കൂടുതലായിട്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ സബ്സിഡിയിലേക്ക് പോകണം, അല്ലെങ്കിൽ എത്ര സബ്സിഡി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അതിനെന്തൊക്കെയാണ് ഇവർ സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള എല്ലാ ഗൈഡൻസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം എപ്പോഴും പുതിയതായിട്ട് വരുന്നവർക്ക് ഈ സബ്സിഡിയുടെ കാര്യമൊന്നും അറിയാണ്ട് അവർക്ക് ഓൾമോസ്റ്റ് ചിലപ്പോൾ ഒരു മെഷീൻ, ഒരു ബേസിക് മെഷീൻ വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ 1-2 മെഷീൻ വാങ്ങിക്കാനുള്ള പൈസ, പുതിയതായിട്ട് വാങ്ങിക്കാനുള്ള പൈസ ഈ സബ്സിഡി എമൗണ്ടിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴാണ് പലർക്കും അത് അറിയാൻ പറ്റുന്നത്. കാരണം ഇതെല്ലാവരിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ മാക്സിമം ഞങ്ങളത് ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് മാക്സിമം സപ്പോർട്ട്, കേരള സർക്കാരിൻ്റെ ആയാലും കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും സപ്പോർട്ട് അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗാർമെന്റ് മേഖലയെ സംബന്ധിച്ചിട്ടുള്ള ഏതൊരു ചോദ്യത്തിനുള്ള ഉത്തരവും ഉത്തരത്തിലുണ്ടല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് വരാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.